Students, the next topic is innovative features of scripting language. Okay, so the first one is scope and names. Most scripting languages do not require variables to be declared. Perl and JavaScript permit optional declaration, sort of compiler check documentation. Perl can be run in a mode that requires declaration. So, ഫസ്റ്റ് ആണ് സ്കോപ്പ് ആൻഡ് നെയിംസ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുതപ്പെട്ട എല്ലാ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണമെന്ന് കമ്പൽസറി ഇല്ല. ഓക്കെ, ഇപ്പോൾ പേൾ ജാവാസ്ക്രിപ്റ്റ് പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എങ്കിൽ ഇൻ പേൾ ആൻഡ് ജാവ ഇറ്റ് ക്യാൻ ബി ഓപ്ഷണലി ഡൺ. ഓക്കെ, അപ്പോൾ അതിന് കമ്പൽസറി ആയിട്ട് അങ്ങനെ ചെയ്യണം എന്നറിയാം, അല്ലെങ്കിൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം എന്ന് ഇല്ല. ഓക്കെ, സോ പേൾ ക്യാൻ ബി റൺ ഇൻ എ മോഡ് ദാറ്റ് റിക്വസ്റ്റ് ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ ഉള്ളിടത്തും ഡിക്ലറേഷൻ ഇല്ലാത്തടത്തും എന്ത് വർക്ക് ചെയ്യും? പേൾ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വർക്ക് ചെയ്യും. വിത്തൗട്ട് ഡിക്ലറേഷൻ മോസ്റ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ഡൈനാമിക് ടൈപ്പിംഗ്. ഇനി ഡിക്ലറേഷൻ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അവിടെ എന്ത് ചെക്കിംഗ് ആയിരിക്കും? ടൈപ്പ് ചെക്കിംഗ് എങ്ങനെയായിരിക്കും? ഡൈനാമിക് ആയിരിക്കും. വാട്ട് യു മീൻ ബൈ ഡൈനാമിക് ചെക്കിംഗ്? ടൈപ്പ് ചെക്കിംഗ് അത് ടൈപ്പ് ചെക്കിംഗ് ഒക്കേഴ്സ് അറ്റ് റൺ ടൈം അല്ലേ? അത് അത്തരത്തിലുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ ഡൈനാമിക് ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത്. സോ അപ്പം അവിടെ എന്തായിരിക്കും? ഡൈനാമിക് ടൈപ്പിംഗ് മീൻസ് റൺ ടൈമിലായിരിക്കും അവിടെ ആ വേരിയബിൾസിൻ്റെ ടൈപ്പൊക്കെ ചെക്ക് ചെയ്യുന്നത്. ദ ഇൻ്റർപ്രിറ്റർ ക്യാൻ പെർഫോം ദ ടൈപ്പ് ചെക്കിംഗ് അറ്റ് റൺ ടൈം ഓർ കേഴ്സ് വാല്യൂസ് വെൻ അപ്രോപ്രിയേറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ആണ് സ്കോപ്പ് ആൻഡ് നെയിംസ്. അതിൽ നമ്മൾ ശരിക്കും ഇവിടെ നമ്മൾ ഒത്തിരി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ ASP, പിന്നെ അതുപോലെ തന്നെ പൈതൺ, ജാവ, റൂബി, പേൾ, ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സാണ് നമ്മൾ, അതിൻ്റെ ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഒരു ഫോർ എക്സാമ്പിൾ പൈത്തൺ മാത്രമായിട്ടോ അല്ലെങ്കിൽ പേൾ മാത്രമായിട്ടോ റൂബി മാത്രമായിട്ടോ ജാവ മാത്രമായിട്ടോ അല്ല പറയണത്. ഒരുതപ്പെട്ട എല്ലാ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൻ്റെയും ഫീച്ചേഴ്സ് ഒരുമിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ്, നമുക്ക് കമ്പൽസറി ആയിട്ട് അങ്ങനെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണമെന്നില്ല. ഓപ്ഷണലി നമുക്ക് വേണമെങ്കിൽ പിന്നെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. പിന്നെ അവിടെ മെയിൻലി ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത് ഡൈനാമിക് ആയിരിക്കും. ഡൈനാമിക് ടൈപ്പ് ചെക്കിംഗ് ആയിരിക്കും. ദാറ്റ് മീൻസ് ടൈപ്പ് ചെക്കിംഗ് റൺ ടൈമിലായിരിക്കും നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റിംഗ് ആൻഡ് സ്കോപ്പിംഗ് കൺവെൻഷൻസ് വേരി ക്വയറ്റ് എ ബിറ്റ്. അപ്പം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലും പൈതൺ ആണെങ്കിലും റൂബി ആണെങ്കിലും പേൾ ആണെങ്കിലും ഒക്കെ തന്നെയും അവിടെ എല്ലാം ഈ നെസ്റ്റിംഗ് ആണെങ്കിലും സ്കോപ്പിങ്ങിലും ഒക്കെ ആണെങ്കിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഓരോന്നിലും ഓരോ രീതിയിലായിരിക്കും. ഓക്കെ, സ്കീം, പൈതൺ, ജാവാസ്ക്രിപ്റ്റ് പ്രൊവൈഡ് ദ ക്ലാസിക് കോമ്പിനേഷൻ ഓഫ് നെസ്റ്റഡ് സബ്റൂട്ടീൻ ആൻഡ് സ്റ്റാറ്റിക് സ്കോപ്പ്. നോക്കിക്കേ, സ്കീം, പൈതൺ, ജാവാസ്ക്രിപ്റ്റ് എന്നീ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? നെസ്റ്റഡ് സബ്റൂട്ടീൻസ്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചാണ് എന്താ നെസ്റ്റഡ് സബ്റൂട്ടീൻസ്. ഓക്കെ, നെസ്റ്റഡ് സബ്റൂട്ടീൻസും അതുപോലെ തന്നെ സ്റ്റാറ്റിക് സ്കോപ്പും ആയിരിക്കും, അല്ലെങ്കിൽ ലെക്സിക്കൽ സ്കോപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് സ്കോപ്പ് മീൻസ് സ്കോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? കമ്പൈൽ ടൈമിലായിരിക്കും. ദെൻ TCL allows subroutines to nest but uses dynamic table. TCL എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും നെസ്റ്റഡ് സബ്റൂട്ടീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ എന്തൊരു സ്കോപ്പാണ്? ഡൈനാമിക് സ്കോപ്പാണ്. അപ്പം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ തന്നെ ഇതിന് വ്യത്യാസമുണ്ട്. നെയ്മഡ് സബ്റൂട്ടീൻസ് ഡു നോട്ട് നെസ്റ്റ് ഇൻ PHP ഓർ റൂബി. റൂബിയിലും PHPയിലും നെയ്മഡ് സബ്റൂട്ടീൻസ് അലൗഡ് അല്ല, അല്ലെങ്കിൽ അത് നെസ്റ്റഡ് അല്ല. ഓക്കെ, നെസ്റ്റഡ് ബ്ലോക്സ് ആർ സ്റ്റാറ്റിക്കലി സ്കോപ്ഡ് ഇൻ പേൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നെസ്റ്റഡ് ബ്ലോക്സ് ഉണ്ട്, പക്ഷേ അതെന്താണ്? സ്റ്റാറ്റിക്കലി സ്കോപ്ഡ് ആയിരിക്കും. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇൻ റൂബി ദർ ആർ എ പാർട്ട് ഓഫ് ദ നെയിംഡ് സ്കോപ്പ് ഇൻ വിച്ച് ദേ അപ്പിയർ. അപ്പോൾ റൂബിയിലാണെങ്കിൽ നമ്മൾ ഈ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ദേ ആർ പാർട്ട് ഓഫ് ദ നെയിംഡ് സ്കോപ്പ് ഇൻ വിച്ച്, എവിടെയാണോ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് അവിടെയായിരിക്കും അതിൻ്റെ സ്കോപ്പ്. Scheme, Perl, Python provides for variable captured in closures. PHP and the major glue languages all have സോഫിസ്റ്റിക്കേറ്റഡ് നെയിം സ്പേസ് റൂൾസ്. അപ്പം നമ്മൾ അന്നേ പറഞ്ഞായിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു റൂൾസ് ചിലപ്പോൾ അങ്ങോട്ടും സ്കോപ്പിംഗ് റൂൾസ് ആണെങ്കിലും നെയിമിംഗ് റൂൾസ് ആണെങ്കിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട് എങ്കിലും അതെല്ലാം ക്വയറ്റ് സിമ്പിൾ ആയിരിക്കും. സോ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇപ്പം നെസ്റ്റഡ് സബ്റൂട്ടീൻസ് ആണെങ്കിലും സ്റ്റാറ്റിക്കലി സ്കോപ്പൊക്കെ ആണെങ്കിലും എല്ലാം ഉണ്ട്. പക്ഷേ ഓരോന്നിനും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ തന്നെ അതിന് പലതാണെങ്കിലും
Undeclared variables with a static scope present an interesting issue. How do we know if x is local, global or in between? ഇപ്പോൾ നമ്മളൊരു ഏതൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അത് ലോക്കലാണോ ഗ്ലോബൽ ആണോ അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള ഏതെങ്കിലും ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇൻ പേൾ ഓൾ വേരിയബിൾസ് ആർ ഗ്ലോബൽ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചായിരുന്നു അല്ലേ. ഈ പേളിൽ എല്ലാ വേരിയബിൾസും എന്താണ്, ഗ്ലോബൽ വേരിയബിൾസ് ആണ്. അത് അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പറയണം അങ്ങനെയാണെന്ന്. അല്ലാത്ത പക്ഷം എല്ലാ വേരിയബിൾസും എന്തായിരിക്കും, ഗ്ലോബൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം പേൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം വേരിയബിൾസ് എല്ലാം എന്തായിരിക്കും, ബൈ ഡിഫോൾട്ട് ഗ്ലോബൽ ആയിരിക്കും. PHPയിൽ ലോക്കൽ ആയിരിക്കും അൺലെസ് ഒന്ന് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി അത് ഇമ്പോർട്ട് ചെയ്യണം, അല്ല എങ്കിൽ ബൈ ഡിഫോൾട്ട് എന്തായിരിക്കും, PHPയിൽ എല്ലാ വേരിയബിൾസും ലോക്കൽ ആയിരിക്കും. റൂബി ഹാസ് ഓൺലി 2 ലെവൽസ്. $foo is global, foo is local. At the symbol @foo is instant of current object and @foo is instant variable of current object class. ഓക്കെ, ഇപ്പോൾ റൂബി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മുടെ വേരിയബിൾ ആണ് ഫൂ, FOO എന്നുള്ളത് നമ്മുടെ വേരിയബിൾ. അതിൻ്റെ മുമ്പിലായിട്ട് പ്രിഫിക്സിലായിട്ടൊരു ഡോളർ സിമ്പിൾ വന്നതിൻ്റെ അർത്ഥം, അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ മുമ്പിൽ റൂബി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതുന്ന ഏതെങ്കിലും ഒരു കോഡ്, അതിൽ ഫൂ എന്ന് ഇപ്പോൾ ഏതൊരു വേരിയബിൾ, ആ വേരിയബിളിൻ്റെ മുമ്പിലായിട്ട് ഒരു ഡോളർ സിമ്പിൾ എന്ന അർത്ഥം എന്താണ്, ആ വേരിയബിൾ ബൈ ഡിഫോൾട്ട് ഗ്ലോബൽ ആയിരിക്കും. ഇനി വെറും ഫൂ എന്ന് മാത്രം, അതായത് ആ വേരിയബിൾ മാത്രമേ എഴുതുന്നുള്ളൂ, പ്രത്യേകിച്ച് ഡോളർ സിമ്പിൾ ഒന്നും ഇടുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും, ലോക്കൽ ആയിരിക്കും. ഇനി ഒരു വേരിയബിളിൻ്റെ മുമ്പിൽ @ വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്, അതൊരു ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻസിനെ ആയിരിക്കും കാണിക്കുന്നത്. 2 @ സിമ്പിൾ ഒന്നായിരിക്കും എന്തായിരിക്കും, ഇൻസ്റ്റൻസ് വേരിയബിൾ ഓഫ് കറണ്ട് ഒബ്ജക്റ്റ് ക്ലാസ് ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇത് റൂബിയുടെ കേസിലാണ്. PHPയുടെ കേസിലെല്ലാം ലോക്കൽ വേരിയബിൾസ് ആയിരിക്കും ബൈ ഡിഫോൾട്ട്. പേളിലെ എല്ലാ വേരിയബിൾസും J=3 def out മീൻസ് അത് അവിടെ അതിൻ്റെ എന്തായിരിക്കും, ബൈ ഡിഫോൾട്ട് ആ വേരിയബിൾസിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അത് ലോക്കലായിരിക്കും ബൈ ഡിഫോൾട്ട്. ഓക്കെ, സോ ഇതാണ് മെയിൻലി സ്കോപ്പ് ആൻഡ് നെയിംസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ജസ്റ്റ് ഇത്രയും നേരം പറഞ്ഞത്, എങ്ങനെയാണ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന കാര്യം. നമുക്ക് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണമെന്ന് മാൻഡേറ്ററി ആയിട്ടില്ല, അവർ ഡൈനാമിക് സ്കോപ്പിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ നെയിമിംഗ് ആൻഡ് നെസ്റ്റിംഗ് ആൻഡ് സ്കോപ്പിംഗ് കൺവെൻഷൻ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെയും ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലോക്കലായിരിക്കും വേരിയബിൾ ഡിക്ലറേഷൻ, ലോക്കലാണോ ഗ്ലോബൽ ആണോ ഇൻ ബിറ്റ്വീൻ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്ട്രിങ് ആൻഡ് പാറ്റേൺ മാച്ചിങ്. ഓക്കെ, സോ നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റാണ് ഈ സ്ട്രിങ് ആൻഡ് പാറ്റേൺ മാച്ചിങ് എന്ന് പറയുന്നത്. സോ ഇതിലിവിടെ നമ്മൾ മെയിൻ കോൺസെപ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് റെഗുലർ എക്സ്പ്രഷൻ. നിങ്ങൾ ഓൾറെഡി ടോക്കിലൊക്കെ പഠിച്ചതാണ്, ലെറ്റേഴ്സിലൊക്കെ പഠിച്ചതാണ്. റെഗുലർ എക്സ്പ്രഷൻസ് ആർ പ്രസൻറ്റ് ഇൻ മെനി ഓഫ് ദ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആൻഡ് റിലേറ്റഡ് ടൂൾസ് എംപ്ലോയ് എക്സ്റ്റൻഡ് വേർഷൻ ഓഫ് ദ നൊട്ടേഷൻ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ട്രിങ് ആൻഡ് പാറ്റേൺ മാച്ചിങ്ങിന്, പാറ്റേൺ മാച്ചാണ്. അപ്പോൾ നമുക്കൊരു സ്ട്രിങ് തരും, ഇപ്പോൾ ABCDFGH, അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു പാറ്റേൺ അല്ലെങ്കിൽ ഏതൊരു പാറ്റേൺ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പാറ്റേൺ മാച്ചിങ് കോൺസെപ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. സോ പാറ്റേൺ മാച്ചിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ കോൺസെപ്റ്റാണ് റെഗുലർ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ഒട്ടുമിക്ക സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും എടുത്തപ്പെട്ട എല്ലാ റെഗുലർ എക്സ്പ്രഷൻസും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചില സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷൻസും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ എക്സ്റ്റെൻഡ് റെഗുലർ എക്സ്പ്രഷൻസ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്, സെഡ്, AWK, പേൾ, TCL, പൈത്തൺ, റൂബി പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നമ്മൾ എക്സ്റ്റെൻഡ് റെഗുലർ എക്സ്പ്രഷൻ ടൂളാണ് grep. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ ഒരു പ്രോഗ്രാമിംഗ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് ഇവിടെ നമുക്ക് ഈ റെഗുലർ എക്സ്പ്രഷൻസിൻ്റെ ബേസിൽ നമുക്ക് 2 രീതിയിൽ ഗ്രൂപ്പ് ചെയ്യാം. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ AWK, grep അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വരുന്നതാണ്. ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് AWK, grep, then the rigorous routines of C standard library and older versions of TCL. ഇതൊക്കെ മെയിൻലി വരുന്നത് ദീസ് ഇംപ്ലിമെൻറ്റ് REs as defined the POSIX standard. അത് ഇവിടെയൊക്കെ നമ്മൾ സാധാ റെഗുലർ എക്സ്പ്രഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ലാംഗ്വേജ് ഇൻ ദ സെക്കൻഡ് follow the lead of Perl which provide a large set of extensions sometimes referred as advanced regular expressions. അപ്പം ഇത്രയേ ഉള്ളൂ, 2 ഗ്രൂപ്പായിട്ട് തിരിക്കാം. ആദ്യ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് റെഗുലർ എക്സ്പ്രഷൻസ്, സാധാ റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഗ്രൂപ്പ്. അതിൽ വരുന്നതാണ് ഓൾഡർ വേർഷൻസ് ഓഫ് TCLും അതുപോലെ തന്നെ AWKയും grep ഒക്കെ. ഇനി പൈത്തൺ പോലുള്ള പേൾ പോലുള്ള
പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് സെക്കൻഡ് ഗ്രൂപ്പിൽ വരുന്നത്. അവിടെ അഡ്വാൻസ്ഡ് റെഗുലർ എക്സ്പ്രഷൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. എന്താണ്ട് /AB പാരാന്തസ് ഓപ്പൺ ചെയ്തിട്ട് CD or EF G*/. ഇവിടെ ഈ സ്ലാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ബിഗിനിങ്ങും എൻഡിങ്ങും കാണിക്കാൻ വേണ്ടിയാണ്. ഈ സ്റ്റാർ സിമ്പിൾ നിങ്ങൾക്ക് അറിയാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, 1 or more റെപ്പറ്റീഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ പിന്നെ G* എന്ന് പറയുമ്പോൾ ഒന്നീ G വരാം, അല്ലെങ്കിൽ G വരാം, അല്ലെങ്കിൽ 1 or more ടൈം അത് റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റാർ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ നോക്കുമ്പം നമ്മുടെ കോഡ് ഇങ്ങനെയായിരുന്നു. ഇതാണ്ടേ /ABCDEFG. അപ്പോൾ ഇതിനെ മാച്ച് ചെയ്യുന്ന കുറച്ച് പാറ്റേൺസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? ABCD ഇതൊക്കെ തൊട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ABCD ഈ G വെച്ച് ഈ G സ്റ്റാർ ഉണ്ടായിട്ട് അടുത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം ABCDGG എന്ന് എഴുതാം, അല്ലെങ്കിൽ ABCDGGGG എന്ന് എഴുതാം അല്ലേ. സോ ഇഷ്ടമുള്ള കുറേ എണ്ണം എഴുതാം. AB അതുപോലെ തന്നെ ഉണ്ട് AB ഒക്കെ തൊട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ EFG അല്ലെങ്കിൽ GG, അങ്ങനെ ഇഷ്ടം പോലെ പാറ്റേൺസ് മാച്ച് ചെയ്ത് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇത് കൂടാണ്ട് നമ്മൾ ഇപ്പോൾ അതർ ക്വാണ്ടിഫയേഴ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക്, ഈ ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 0 or 1 റെപ്പറ്റീഷൻ. നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ എടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ എഴുതിയിട്ട് അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്താൽ അർത്ഥം എന്താണ്, ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ലെറ്റർ 0 or 1 റെപ്പറ്റീഷൻസ് പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ മാർക്കോട് ഉദ്ദേശിക്കുന്നത്. പ്ലസ് ആണെങ്കിലോ 1 or more റെപ്പറ്റീഷൻ. ഇത് നിങ്ങൾ പണം പിടിച്ചേ പറ്റും. ബ്രാക്കറ്റിനകത്ത് കേർലി ബ്രാക്കറ്റിനകത്ത് n ആണെങ്കിലോ എക്സാക്ട്ലി n റെപ്പറ്റീഷൻ. ഇനി കേർലി ബ്രാക്കറ്റിനകത്ത് n കോമ എന്നാണെങ്കിലോ അറ്റ്ലീസ്റ്റ് n റെപ്പറ്റീഷൻ. ഇനി കേർലി ബ്രാക്കറ്റ് n, n എന്ന് വെച്ചാൽ n, m എന്ന് വെച്ചാൽ ബിറ്റ്വീൻ n and m റെപ്പറ്റീഷൻ. ദെൻ എക്സ്പൊണൻഷ്യൽ സിമ്പിൾ ആൻഡ് ഡോളർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എക്സ്പൊണൻഷ്യൽ സിമ്പിൾ ഒരു ബിഗിനിങ് ഓഫ് എ ലൈൻ കാണിക്കാനും ഡോളർ സിമ്പിൾ എൻഡ് ഓഫ് എ ലൈൻ കാണിക്കാനും. ദെൻ ബ്രാക്കറ്റ്സ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ AEIOU എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിലേതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒരു ക്യാരക്ടർ ആയിരിക്കും അത് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ A is a vowel, E is a vowel, I is a vowel, O is a vowel, U is a vowel. ഓക്കെ, റേഞ്ച് 0 to 9 എന്ന് വെച്ചാൽ ആ ഒരു റേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സിമ്പിൾ കാണിക്കുന്നത്. ഓക്കെ, ഡോട്ട് കാണിക്കുന്നത് ഒരു സിംഗിൾ ക്യാരക്ടറെ കാണിക്കാൻ. അപ്പോൾ നിങ്ങളിവിടെ മെയിൻലി പഠിക്കേണ്ട ഒരെണ്ണം എന്ന് വെച്ചാൽ ഈ സിമ്പിളും ഇത് ബിഗിനിങ് ഓഫ് എ ലൈനും ഇത് എൻഡ് ഓഫ് എ ലൈനും ആണ് കാണിക്കുന്നത്. ഇത് ബിഗിനിങ്ങും ഇത് എൻഡ് ഓഫ് എ ലൈനും ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ റെഗുലർ എക്സ്പ്രഷൻസിൻ്റെ പേൾ ആഡ്സ് ഓൺ ടു ദിസ് എക്സ്റ്റൻസിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പേളുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അവിടെ എക്സ്റ്റൻഡ് റെഗുലർ എക്സ്പ്രഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇത്രയും കൂടി എക്സ്പ്രഷൻസ് കുറച്ചുകൂടെ എക്സ്റ്റൻഡ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ $= ഒരു സ്ട്രിങ്, ഡബിൾ കോട്ട്സിനകത്ത് ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട് ആൽബട്രോസ്. എന്നിട്ട് നോക്കി എഴുതിയേക്കുന്നത് if /BA.*s+/ parenthesis close true. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇതാണ് നമ്മുടെ സ്ട്രിങ്, ഇതാണ് നമ്മുടെ സ്ട്രിങ്. ഇവിടെ ചെക്ക് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ട്രിങ്ങിനകത്ത് BA എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കി ആൽബട്രോസ് എന്ന് പറയുന്ന ഈ സ്ട്രിങ്ങിനകത്ത് BA എന്ന് പറയുന്നൊരു പാറ്റേൺ ഉണ്ടോ? അത് കിടക്കുന്നത് BAയും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ട്രൂ എടുത്തത്. നെക്സ്റ്റ് നോക്കി if /BA.*s+, അതായത് എന്താ ഇതിൻ്റെ അർത്ഥം എന്തായിരുന്നു? ഈ സിമ്പിൾ അർത്ഥം എന്താ? ബിഗിൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന സ്ട്രിങ് ആൽബട്രോസ് എന്ന് പറയുന്ന സ്ട്രിങ് ബിഗിൻ ചെയ്യുന്നത് BAയിലാണോ നോക്കാൻ. BAയിലാണോ? അല്ല, ALില്ല. അപ്പോൾ എന്താ ട്രൂ ആണോ? അല്ല, ഫോൾസ് ആണ്. കാര്യം എന്താ? ഇവർ ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് നമ്മുടെ സ്ട്രിങ് ബിഗിൻ ചെയ്യുന്നത്, ഈ സിമ്പിൾ ബിഗിനിങ് ആണെന്ന് ഞാൻ പറഞ്ഞു, BAയിലാണോ ചെക്ക് ചെയ്യാൻ. ചെക്ക് ചെയ്യുമ്പോൾ ആണോ? അല്ല, ALിലാണ്. അപ്പോൾ അത് ഫോൾസ് എന്നാണ് ഇവിടെ ഫോൾസ് ഇട്ടേക്കുന്നത്. കണ്ടോ? സോ ഇച്ചിരി കൂടെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷൻസ് ആയിരിക്കും നമ്മൾ എക്സ്റ്റൻഡ് റെഗുലർ എക്സ്പ്രഷൻസിൽ യൂസ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഒരു ഓപ്പറേറ്ററാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്പറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോണം. അതായത് ഒരു സ്ട്രിങ്ങിനെ മാറ്റി
അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എഴുതിയിട്ടില്ല. ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ഓൾറെഡി പാറ്റേൺ ഏതാണോ പാറ്റേൺ, ഇപ്പോൾ എക്സിസ്റ്റിംഗ് പാറ്റേൺ ഏതാണോ അത്, ദെൻ റീപ്ലേസ് ചെയ്യേണ്ട പാറ്റേൺ ഏതാണോ അതാണ് കൊടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് പാറ്റേൺ ഏതാണോ അത്, ഇനി ഇത് മാറ്റി ഏതാണോ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് അത് താഴെ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം, സ്ലാഷ് ഇട്ട് കൊടുക്കാം. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഒരു സ്ട്രിങ് ഇരിപ്പുണ്ട്. ആ സ്ട്രിങ് എന്ന് പറയുന്നത് ഞാൻ വായിക്കാം. ഇപ്പോൾ എൻ്റെ ഒരു സ്ട്രിങ് ഇരിപ്പുണ്ട്. ആ സ്ട്രിങ് ഞാൻ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ABC 1 2 3 DEF. ഇതാണ് എൻ്റെ സ്ട്രിങ്. എനിക്ക് ഈ 1 2 3 മാറ്റി 4 5 6 എന്നാക്കണം. ഒരു സ്ട്രിങ്ങിനകത്ത് കുറച്ച് വേരിയബിൾസ് ഉണ്ട്, അതൊക്കെ 1 2 3. എനിക്കത് മാറ്റി എന്താക്കണം? 4 5 6 എന്നാക്കണം. അപ്പോൾ എൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. യെസ്. ഇനി ഏതാണോ പാറ്റേൺ ഓൾറെഡി എക്സിസ്റ്റിംഗ് അത് എഴുതുക. ഏതാണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് പാറ്റേൺ? 1 2 3 സ്ലാഷ് എനിക്ക് എന്താണോ മാറ്റേണ്ടത്, എന്തായിട്ടാണ് മാറ്റേണ്ടത്? 4 5 6. അപ്പോൾ ഈ സ്ട്രിങ്ങിനകത്ത് ഈ 1 2 3 മാറി എന്ത് വരും? 4 5 6 എന്നതിൻ്റെ ഔട്ട്പുട്ട് വരും. കണ്ടോ? ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അടുത്തയാണ് വേരിയേഷൻസ് ഓൺ നോർമൽ ആറീസ്. ഇനി അടുത്തൊരെണ്ണമാണ് $foo is equal to albatross if $foo is equal to, ഒരു സിമ്പിൾ കണ്ടോ നിങ്ങൾ? ഇത് ഈ സിമ്പിൾ കണ്ടോ? ഇത് /AL/I. അപ്പോൾ ഇതിനകത്ത് ഒരു മിനിറ്റ്, നിങ്ങളിവിടെ ഞാൻ പറഞ്ഞു വന്നൊരു ഡൗട്ട്, ഇവിടെ എനിക്ക് ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയി. ഇത് ഇങ്ങനൊരു സിമ്പിൾ, ഈ ഒരു സിമ്പിൾ കണ്ടോ? ഇതെന്തിനാ യൂസ് ചെയ്യുന്നറിയോ? ഒരു ടെസ്റ്റിനകത്ത് ഇപ്പോൾ പാറ്റേൺ, ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു ടെസ്റ്റ്, അപ്പോൾ നമ്മൾ ടെസ്റ്റ് മാച്ചാണോ ഇല്ലയോ എന്നൊക്കെ നോക്കത്തില്ലേ, അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. നെഗേഷൻ പോലെ. നെഗേഷൻ ടെസ്റ്റ് ഇഫ് ഇറ്റ് മാച്ചസ്, ഒരു നമ്മളതിനും കൊടുത്തിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റ് എടുത്തല്ലേ, അങ്ങനെയുള്ള ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് അത്. ഇനി അത് മാച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണെങ്കിൽ നെഗേഷൻ ടെസ്റ്റ് എന്നുള്ള സിമ്പിൾ കൊടുക്കും. കണ്ടോ? ഓക്കെ. ഇത് വെച്ചിട്ടാണ് അടുത്ത പറയുന്നത്. നോക്കിക്കേ, ഇവിടെ നമ്മളൊരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. $foo is equal to albatross. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കിക്കേ അവരെന്താ ചെയ്തേക്കുന്നതെന്ന്. ഇതിൽ നോക്കിയേ, ഇതാണ്ടേ, if $foo equal to negation /ALI. അതായത് ഇതിൻ്റെ അർത്ഥം എന്തായിരുന്നു? നമ്മുടെ ഒരു സ്ട്രിങ് തുടങ്ങുന്നത് അല്ലേ, തുടങ്ങുന്നത് ഏതിലാണോ ചെക്ക് ചെയ്തേക്കുന്നത്? ALലാണോ തുടങ്ങുന്നതെന്ന് ചെക്ക് ചെയ്യുവാണ്. ആണോ തുടങ്ങുന്നത്? ആണ്. ആ ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ആണ്. പക്ഷെ പ്രത്യേകത എന്താണ്? ഇവിടെ നമ്മുടെ കയ്യിലിരിക്കുന്ന AL ഇതാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ കിടക്കുന്ന AL ഏതാണ്? ക്യാപിറ്റൽ A ആണ്. പക്ഷേ ഇത് ട്രൂ ആയിട്ട് വരും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ട്രെയിലിംഗ് I എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കണ്ടോ ഒരു I കൊടുത്തേക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ട്രെയിലിംഗ് I എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ അത് ഇൻസെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, കേസ് ഇൻസെൻസിറ്റീവ് ആയിരിക്കും. കേസ് സെൻസിറ്റീവ് അല്ല, ഇൻസെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അവിടെ കേസ് നോക്കത്തില്ല, ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ നോക്കത്തില്ല. അപ്പോൾ ട്രെയിലിംഗ് ഇവിടെ പറഞ്ഞേക്കുന്ന നോക്കി, ട്രെയിലിംഗ് I മേക്സ് ദ മാച്ച് കേസ് ഇൻസെൻസിറ്റീവ്. നമ്മൾ അങ്ങനെ /AL കൊടുത്തിട്ട് കണ്ടു ഒരു I എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നുണ്ടോ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രൂ ആയിട്ട് വരും. കാര്യം അവിടെ അത് മാച്ച് എന്താക്കും? അത് കേസ് ഇൻസെൻസിറ്റീവ് ആക്കും. ഓക്കെ, അവിടെ നമ്മൾ ALാണ് കൊടുത്തത്. നമ്മുടെ ഒറിജിനൽ സ്ട്രിങ്ങിൽ ക്യാപിറ്റൽ ALാണ്. പക്ഷേ നമ്മൾ നോക്കിയേ, ട്രെയിലിംഗ് G. ഇനി ട്രെയിലിംഗ് ആ G എന്ന് പറഞ്ഞ ട്രെയിലിംഗ് നമ്മൾ കൊടുത്താൽ എന്താ സംഭവിക്കുന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ അത് നോക്കിയേ, $foo is equal to albatross. അതെ, ഇവിടെ ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, $foo is equal to albatross എന്ന്. അടുത്ത $foo is equal to negation S AEIOU. ഇതിൻ്റെ അർത്ഥം എന്നറിയോ? നെഗേഷൻ S, അതായത് നമ്മൾ നോക്കണം. എന്താ നോക്കേണ്ടത്? ടെസ്റ്റിലോട്ട് നോക്കണം, ഈ സ്ട്രിങ്ങിലോട്ട് നോക്കണം. എന്താ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ സിൻടാക്സ് എങ്ങനെയായിരുന്നു? യെസ്. ഓൾറെഡി ഒരു സ്ട്രിങ് തരും, എന്താണോ മാറ്റേണ്ടത് ആ സ്ട്രിങ് ഇവിടെ തരും. എന്നിട്ട് നമുക്ക് മാറ്റേണ്ട ഇത് പാറ്റേൺ ഇവിടെ തരും. നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട സാധനം എന്താണോ അത് ഇവിടെയും തരും. ഓക്കെ, റീപ്ലേസ് ചെയ്യേണ്ട സാധനം ഇവിടെ തരും. അതുപോലെയല്ലേ ഇവിടെ നെഗേഷൻ ചെയ്യുന്നു. എസ്
നമുക്ക് മാറ്റേണ്ടതാണ് എ ഇ ഐ ഒ യു. ഇതാണ് നമുക്ക് മാറ്റേണ്ടത്. എന്തായിട്ടാണ് മാറ്റേണ്ടത്? ഈ ഒരു സിമ്പിളായിട്ട് മാറ്റണം. എന്നിട്ടൊരു ജി എന്നും കൂടെ തന്നിട്ടുണ്ട്. സോ എവിടെ എ ഇ ഐ ഒ യു വരുന്നോ അവിടെ എല്ലാം നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? ഈ സിമ്പിൾ വെച്ച് റീപ്ലേസ് ചെയ്യണം. ആൽബട്രോസിൽ എയിൽ എ ഉണ്ട്, എ ഉണ്ടല്ലോ ഇവിടെ, അതുകൊണ്ട് അവിടെ ഒരു ഇത് വരും. എല്ല് ഇവിടെ ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് എല്ലാം അവിടെ കിടക്കും. ബി ഉണ്ടോ? ഇല്ല, അവിടെ കിടക്കും. പക്ഷേ വവ്വൽസ് എല്ലാം മാറ്റണം. വീണ്ടും എ ഉണ്ട്, അവിടെ ആ സിമ്പിൾ വരും. ദെൻ ടി ഉണ്ടോ? ഇല്ല. ആർ ഉണ്ടോ? കുഴപ്പമില്ല. വീണ്ടും ഒ ഉണ്ട്, അത് വവ്വല. അപ്പോൾ ഇതാണ്ട് ഓ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇല്ല. യു ഉണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അപ്പം എസ് എസ് അതുപോലെ വരും. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സോ ഇത്രയേ ഉള്ളൂ. സോ നമ്മൾ the trailing x has pearl ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. സോ ഇഫ് ദ സ്ട്രിങ് ഈസ് ട്രീറ്റഡ് ബൈ എ ജി സിമ്പിൾ, ഒരു സ്ട്രിങ്ങിനകത്തൊരു ജി സിമ്പിൾ വരുവാണെങ്കിൽ ദെൻ വി ക്യാൻ മേക്ക് റീപ്ലേസ്മെൻറ്റ് ഇൻ ദ സ്ട്രിങ്. നമുക്ക് ആ സ്ട്രിങ്ങിനകത്ത് റീപ്ലേസ്മെൻറ്റ്സ് വരുത്താനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് എന്ത് വരുത്താൻ പറ്റും? ആ ഒരു പിന്നെ ട്രെയിലിംഗ് ജി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ജി ആ സ്ട്രിങ്ങിനകത്ത് നമ്മൾ ആ ഒരു സിൻടാക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ്മെൻറ്റ്സ് നമുക്ക് പോസിബിളാക്കി പറ്റും. ഓക്കെ, ആ ഒരു സിമ്പിൾ വെച്ചിട്ട് നമുക്ക് ബാക്കിയെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാനായിട്ട് പറ്റും. ഇതൊക്കെ എക്സ്റ്റെൻഡഡ് റെഗുലർ എക്സ്പ്രഷൻസിൽ വരുന്നതാണ്. നോർമലിനകത്ത് സാധാ പോലുള്ള ഓപ്പറേഷൻസൊക്കെ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. സോ ട്രെയിലിംഗ് ഐയും ട്രെയിലിംഗ് ജിയും നോക്കുക, അതുപോലെ തന്നെ ഈ സിമ്പിൾസുകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അതുപോലെ പേളിനകത്തുള്ള റെഗുലർ എക്സ്പ്രഷൻ എസ്കേപ്പ് സീക്വൻസസ് ഇൻ പേൾ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. സോ നെക്സ്റ്റ് ആണ് പാറ്റേൺ മാച്ചിങ് ഗ്രീഡി ആൻഡ് മിനിമൽ മാച്ചസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 മാർക്സ് 4 മാർക്സിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണിത്. പാറ്റേൺ മാച്ചിങ് ഗ്രീഡി ആൻഡ് മിനിമൽ മാച്ചസ്. ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. ഇപ്പം നമുക്ക് ഒരു സ്ട്രിങ് നമുക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം. അതിനാണ് നമ്മൾ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. ദ യൂഷ്വൽ റൂൾ ഫോർ മാച്ചിങ് ഇൻ റെഗുലർ എക്സ്പ്രഷൻ സംടൈംസ് കോൾഡ് ലെഫ്റ്റ് മോസ്റ്റ് ലോങ്ങസ്റ്റ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ട് നമ്മൾ മാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ റൂൾ എടുക്കുമല്ലോ, അതിൽ നമ്മൾ ആ റൂളിന് പറയുന്ന പേരാണ് ലെഫ്റ്റ് മോസ്റ്റ് ലോങ്ങസ്റ്റ്. എപ്പോഴും നമ്മൾ എടുക്കുന്ന പിന്നെ മാച്ച് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് മോസ്റ്റ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മാച്ച് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ദ യൂഷ്വൽ റൂൾ ഫോർ മാച്ചിങ് ഇൻ റെഗുലർ എക്സ്പ്രഷൻ സംടൈംസ് കോൾഡ് as ലെഫ്റ്റ് മോസ്റ്റ് ലോങ്ങസ്റ്റ്. When a pattern can match at more than one place within a string, the chosen match will be the one that starts at the earliest possible position within the string. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കൊരു സ്ട്രിങ് തരുന്നു. അപ്പോൾ ആ സ്ട്രിങ്ങിനകത്ത് നമുക്ക് ഒന്നിലധികം സ്ഥലത്ത് നമ്മുടെ പാറ്റേൺ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ആ സ്ട്രിങ്ങിനകത്ത് പല ഇടങ്ങളിലായിട്ട് നമുക്ക് കാണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് മാച്ചായിരിക്കും ഏതായിരിക്കും നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന ദ വൺ ദാറ്റ് സ്റ്റാർട്ട് അറ്റ് ദ ഏർലിയസ്റ്റ് പോസിബിൾ പൊസിഷൻ ആ ആദ്യം കിട്ടുന്ന ഏർലിയസ്റ്റ് പൊസിഷൻ കിട്ടുന്ന ഏതാണോ അതായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിതെല്ലാം വിട്ടേക്കാം, നിങ്ങൾ ഈ എക്സാമ്പിൾ എടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം നമ്മുടെ സ്ട്രിങ് ഇങ്ങനെയാണ്: എ ബി സി ബി സി ബി സി ഡി ഇ. ഇതാണ് നമ്മുടെ സ്ട്രിങ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട പാറ്റേൺ ബി സി ആണ്. അപ്പോൾ എവിടേക്കുണ്ട്? ഇതാ ഒന്ന് കിടക്കുന്നു. വേണമെങ്കിൽ അടുത്തത് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ അടുത്തത് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ അടുത്തത് ഇങ്ങനെ എടുക്കാം. അങ്ങനെ പല രീതിയിലെടുക്കാം. ഇവിടെ പല രീതിയിലെടുത്തതാണ് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇത് മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഇത് 2 എണ്ണം അടുപ്പിച്ചെടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഇത് 3 എണ്ണം ഒരുമിച്ചെടുക്കാം. ഞാൻ ഇവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതാം: എ ബി സി ബി സി ബി സി എ ബി സി ബി സി ബി സി ഡി. ആദ്യം ഇത് മാത്രം എടുക്കാം. അല്ലെങ്കിൽ ഞാൻ പറയിട്ട് കാണിക്കാം. ഇത് മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഇത് 3 മാത്രം ഒരുമിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഇത് മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഇത് മാത്രം എടുക്കാം. അങ്ങനെ പല രീതിയിലെടുക്കാം അല്ലേ. അപ്പോൾ നമ്മളിതിൽ ഏതായിരിക്കും എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും എടുക്കുന്നത്? ദ വൺ ദാറ്റ് സ്റ്റാർട്ട് അറ്റ് ദ ഏർലിയസ്റ്റ് പോസിബിൾ പൊസിഷൻ അല്ലേ. ഏറ്റവും ആദ്യം ദ വൺ ദാറ്റ് സ്റ്റാർട്ട് അറ്റ് ദ ഏർലിയസ്റ്റ് പോസിബിൾ പൊസിഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ അതിൽ
ദ തേർഡ് ഓഫ് ദീസ് ഈസ് ലെഫ്റ്റ് മോസ്റ്റ് ലോങ്ങസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് നോൺ എസ് ഗ്രീഡി. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുന്നത് ഏറ്റവും ആദ്യം കിടക്കുന്ന ഏതാണോ അതായിരിക്കും നമ്മൾ യൂഷ്വലി എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഇത് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം കിട്ടുന്നതല്ലേ, ഇതായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ഗ്രീഡി, ഏതാണ് മിനിമൽ എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഈ മൂന്നാമത്തത്, അതായത് എ ബി സി ബി സി ബി സി ഡി, ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത്, അതായത് ദ ലെഫ്റ്റ് മോസ്റ്റ് ലോങ്ങസ്റ്റ്, ലെഫ്റ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഏറ്റവും നീളത്തിൽ കിട്ടുന്ന ഏതാണോ അതിനെയാണ് നമ്മൾ ഗ്രീഡി മാച്ച് എന്ന് പറയുന്നത്. എന്താണ്? ദ തേർഡ് ഓഫ് ദീസ് ഇറ്റ് ഈസ് ദ ലെഫ്റ്റ് മോസ്റ്റ് ലോങ്ങസ്റ്റ്, ലെഫ്റ്റിൽ നിന്ന് എടുക്കുന്നതും ആയിരിക്കണം, അതുപോലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റും ആയിരിക്കണം. അതായത് മൂന്നാമത്തതാണ് ഇവിടെ മൂന്നാമത് കിടക്കുന്നത്. ഓക്കെ, അതിനെയായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രീഡി മാച്ച് എന്ന് പറയുന്നത്. ലെഫ്റ്റ് മോസ്റ്റ് ഷോർട്ടസ്റ്റിനെയാണ് മിനിമൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് ഇത് എ ബി സി ബി സി ബി സി ഡിയിൽ ആദ്യത്തെ ഷോർട്ടസ്റ്റ്, ലെഫ്റ്റ് മോസ്റ്റ് ഷോർട്ടസ്റ്റിനെ മിനിമൽ എന്നും, ഷോർട്ടാകുമ്പോൾ മിനിമലും, ലോങ്ങസ്റ്റിനെ ഗ്രീഡി എന്നും പറയുന്നു. ഓക്കെ, ഇത് സാധാരണ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. If multiple matches are possible, it will take the leftmost longest possible one. This is known as greedy match. Okay, ഒന്നിലധികം മാച്ചസ് പോസിബിൾ ആകുമ്പോൾ നമ്മൾ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ലോങ്ങസ്റ്റ് എടുക്കും. ഇതിനെയാണ് നമ്മൾ ഗ്രീഡി മാച്ച് എന്ന് പറയുന്നത്. അതർ ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റാർ ക്വസ്റ്റ്യൻ മാർക്ക് കാണിച്ചതിൻ്റെ അർത്ഥം എന്താണ്? സ്മോളസ്റ്റ് നമ്പർ ഓഫ് ഇൻസ്റ്റൻസ് മാച്ച് ചെയ്യുന്നതായിരിക്കും എടുക്കുന്നത്. പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ഇൻസ്റ്റൻസ് മാച്ച് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാച്ചസ് ഏതർ 0 or 1 ഇൻസ്റ്റൻസ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. സോ ഇത്രയാണ് മെയിൻലി ഇതിനകത്തുള്ളത്. സോ നമ്മൾ ആദ്യം നിങ്ങൾ സ്കോപ്പ് ആൻഡ് നെയിംസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സ്ട്രിങ് ആൻഡ് പാറ്റേൺ മാച്ചിനകത്ത് റെഗുലർ എക്സ്പ്രഷൻ, എക്സ്റ്റൻഡഡ് റെഗുലർ എക്സ്പ്രഷൻസിനകത്ത് കുറച്ച് കാര്യങ്ങൾ, ദെൻ ഗ്രീഡി ആൻഡ് മിനിമൽ മാച്ചസ്. ഓക്കെ.